ഹലോ ഗടികളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാക്കൂൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട പരിപാടികൾക്കൊക്കെ ശേഷം ഒഴിച്ചുകൂടാൻ പറ്റാത്ത തന്നെ ഒരു പിറന്നാളുണ്ട്. പൊണ്ടാട്ടിയുടെ ഇക്കാടെ മോളുടെ പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സമ്മാനം മേടിക്കാൻ വന്നതാണ്. സമ്മാനം മേടിക്കാൻ വന്നത് എവിടെയാണ്? ലാമിയയിൽ മൂന്നുകൂടിയ ബേബി സ്റ്റുഡിയോയിലാണ്. കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയേണ്ട, അതിൻ്റെ ഒരു കലവറ തന്നെയാണ്. അത് തന്നെയല്ല, വലിയവരുടെ ഡ്രസ്സിനും ഉണ്ട്, എല്ലാ തരം തുണിത്തരങ്ങളും ഉണ്ട്. അതേമാതിരി തന്നെ വലിയൊരു ഷോറൂം തന്നെയാണ്. അത് മറ്റുള്ള പരസ്യത്തിൽ പറയുന്ന മാതിരി തന്നെയല്ല, എനിക്ക് വിശദീകരിച്ചെടുക്കാനുള്ള സമയക്കുറവ് കൊണ്ട് മാത്രമാണ്. ഞാൻ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സമ്മാനങ്ങളൊക്കെ മേടിച്ച് പുറപ്പെടുന്നുണ്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതാണ്. അതുപോലെ തന്നെ ലാമിയ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഞാൻ മേടിച്ചത് മൂന്നുകൂടിയെന്നാണ് പറഞ്ഞല്ലോ. അതുതന്നെയല്ല, കുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം ഒരു രക്ഷയില്ല. നമ്മളൊക്കെ അവിടെ എന്താ പറയുക, നല്ല കമ്പനിയായി നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നല്ല വെള്ളത്തിന് ദാഹം. അപ്പോൾ ശ്യാമസുന്ദരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി ഒരു സർവത്തൊക്കെ കുടിച്ച് ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത യാത്ര. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മേശയും കസാരൊക്കെ കയറ്റി വണ്ടിയിൽ മൂത്താപ്പായിട്ട് കുറച്ച് നേരം കുശലം. മൂത്താപ്പാണെങ്കിൽ കുട്ടികളെ മാതിരി മിഠായി ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മിഠായി എനിക്കും തന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അസാധ്യ ടേസ്റ്റ് ആ മിഠായിക്ക്. അങ്ങനെ ബർത്ത്ഡേ ഗേളിനൊക്കെ എടുത്ത് ഇതാണ് നമ്മളുടെ മുതൽ. അപ്പോൾ ബർത്ത്ഡേ ഗേളിൻ്റെ പേര് നൈഷുട്ടി എന്നുണ്ടോ. അപ്പം നൈഷുട്ടിയുടെ വാപ്പച്ചായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കുശലം. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞിട്ട് വിമാനങ്ങൾ പറന്നു പോകണ കാണിക്കുക. നല്ല കമ്പനി ആയിട്ടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കണം. എന്താണ് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഫുഡ് തന്നെ. അങ്ങനെ നല്ല ഉഷാറ് ബിരിയാണി ആർന്നിട്ട്. ഈ അടുത്തൊന്നും ഇത്ര ടേസ്റ്റിൽ ബിരിയാണി സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടുമില്ല. നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണത്തിന് ശേഷം കുറച്ച് നേരം കൂടെ നൈഷുട്ടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിച്ച് മൂത്താപ്പായിട്ട് വീണ്ടും കുശലൊക്കെ പറഞ്ഞ് അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നേരം വൈകുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോയി. അങ്ങനെ കേടികൾ അവിടെ നിന്ന് വരുമ്പോഴേക്കിന് നമ്മൾ കൊമ്പടിഞ്ഞാമക്കിലെത്തിയപ്പോൾ അവിടുത്തെ അങ്ങാടി അമ്പെന്നാണ് കേട്ടത്. ഒരു രക്ഷയില്ല കേട്ടോ. അസാധ്യ വൈബ്, അസാധ്യ ഈ പറഞ്ഞ മാതിരി സംഭവങ്ങളാണ് അവിടെ അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാതെ അവിടെ നിന്ന് അത് അവഗണിച്ച് പോരാനോ കഴിഞ്ഞില്ല. അത്രയും ദൃശ്യമനോഹരമായിരുന്നു അവിടെ കണ്ട കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഒപ്പിയെടുത്ത് കുറച്ച് നേരം അവിടെ ഡാൻസൊക്കെ കളിച്ച് ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രക്ഷയില്ല, അസാധ്യ വൈബും അസാധ്യ കമ്പനിയും ആയിരുന്നില്ല പിള്ളേരൊക്കെ നമ്മളോട്. കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ആണല്ലോ പോയത്. അങ്ങനെ ഒരു രക്ഷയില്ല. നമ്മൾ വണ്ടി സൈഡാക്കി കുറച്ച് നേരം അവിടെ നിന്ന് അത് കണ്ടു, ഡാൻസ് കളിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആകെ തളർന്ന് ക്ഷീണിച്ചിട്ടാണ് ഇനിയുള്ള യാത്ര. പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ പറഞ്ഞാൽ കാലത്തൊട്ട് തന്നെ ഒരേ കാര്യങ്ങളായിരുന്നു, തിരക്കായിരുന്നു. അത് കാരണമാണ് ബർത്ത്ഡേക്ക് അവിടെ എത്താനും വൈകിയത്. എന്നിട്ട് പോലും ഇങ്ങനൊരു അങ്ങാടി അമ്പെന്ന് പറഞ്ഞ ഇത് കണ്ടപ്പോൾ അവിടെ നിർത്താനും നമുക്കത് ആസ്വദിക്കാതെയും പോരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗടികളെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നല്ല ദാഹം കേട്ടോ. അങ്ങനെയാണ് മതിലകത്ത് കിഴക്കേ പാലത്തിന് സമീപത്തായിട്ട് ഒരു അസാധ്യ വൈബിൽ ഒരു കട ഉള്ളത്. അപ്പോൾ അവരവിടെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ചോദിച്ചപ്പോൾ സർബത്ത് തരാമെന്ന് പറഞ്ഞ്.
അസാധ്യ വൈബാണ് കേട്ടോ ഇവിടെ. പകൽ വരണം പുഴയോരത്ത്, ഒരു രക്ഷയില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടുന്ന് സർവത്തെ കുടിച്ചോളൂ. എന്തായാലും ഞാൻ തീർച്ചയായിട്ടും പകൽ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്. പിന്നെ ആ ടിങ് ടിങ് കൂടി ഒന്ന് അടിച്ചേക്കണേ.